ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച ധീരജ് കൊലക്കേസ് പ്രതി നിഖിൽ പൈലി. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പൈനാവ് ഡിവിഷനിൽ മത്സരിക്കുമെന്ന് നിഖിൽ പൈലി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. പാർട്ടി ഒറ്റുകൊടുത്തവരെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നാണ് നിഖിൽ പൈലിയുടെ ആരോപണം. ആഷിക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. ആഷിക്ക്, ഈ നിഖിൽ പൈലിയുടെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്, മറ്റു വിശദാംശങ്ങൾ? ഇടുക്കിയിൽ UDF-നുള്ളിലെ സീറ്റ് വിഭജന ചർച്ച അനന്തമായി നീളുന്നതിനിടെയാണ് മറ്റൊരു വിമത ശബ്ദം കൂടി ഉയർന്നു വരുന്നത്. നിഖിൽ പൈലി നീരജ് വധക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലി അല്പനേരം മുമ്പാണ് ഫേസ്ബുക്കിലൂടെ ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിലവിൽ പരിഗണിക്കുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ താനും പൈനാവ് ഡിവിഷനിൽ മത്സരിക്കുന്നു, ഒരു വിമത സ്ഥാനാർത്ഥിയായി താനും രംഗത്തുണ്ടാകുമെന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ നിഖിൽ പൈലി പറയുന്നത്. CPM-മായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നവരെയാണ് നിലവിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് തന്നെ ആ ഡിവിഷനിൽ, പൈനാവ് ഡിവിഷനിൽ ഉണ്ടാകുമെന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. നിലവിൽ മുൻ വാഴത്തൊപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ജോയി വർഗീസിനെയാണ് കോൺഗ്രസ് പൈനാവ് ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. KPCC അംഗമായ KP ഉസ്മാനെയും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇരുവർക്കും എതിരെയാണ് ഇപ്പോൾ നിഖിൽ പൈലി ശബ്ദമുയർത്തിയിരിക്കുന്നത്. ഒരു യുവാവിനെ പൈനാവ് ഡിവിഷനിലേക്ക് മത്സരിപ്പിക്കണമെന്ന താല്പര്യമാണ് നിഖിൽ പൈലി മുന്നോട്ട് വയ്ക്കുന്നത്. നിഖിൽ പൈലി സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിത്വമല്ല ഉദ്ദേശിക്കുന്ന, മറ്റൊരു യുവ കോൺഗ്രസ് നേതാവിന് വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർത്തലാണ് നിഖിൽ പൈലി നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPM-മായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നവർ എന്നാണ് നിലവിൽ കോൺഗ്രസ് പരിഗണിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെയും കുറിച്ച് നിഖിൽ പൈലി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അനന്തമായി നീളുന്ന UDF-നുള്ളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിക്കുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ കണക്കാക്കുന്നത്. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി ചെറുതോണിയിലെ DCC ഓഫീസിൽ വെച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് നിലവിൽ കണക്കുകൂട്ടുന്നത്. അതിൽ ഒരാൾ മാത്രമായിരിക്കും നിഖിൽ പൈലി എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ഡിവിഷനുകളിലും വലിയ എതിർപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം. ഒരു കാര്യം കൂടി, അതായത് ഈ വിമതരുടെ ശല്യം അവിടെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ്? അവരേതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകുന്നുണ്ടോ ഇക്കാര്യത്തിൽ? കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള സജീവമായ ശ്രമങ്ങൾ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 3:30 വരെ നീണ്ടു നിന്ന ചർച്ചകളടക്കം നടന്നിരുന്നു. ഈ ചർച്ചകളിൽ പ്രശ്നം പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയാണ് ജില്ലാ നേതൃത്വം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ആ നിലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. യൂത്ത് കോൺഗ്രസ് വലിയ അതൃപ്തി പ്രകടമാക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ ചില പ്രാദേശികമായ ഘടകങ്ങൾ കൂടി വിമത നീക്കത്തിന്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പരിഹരിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഏറ്റവും വേഗത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലേക്ക് കടക്കാൻ ഇന്ന് വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കം DCC നടത്തുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി UDF സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിക്കും. നാളെ തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. അതേസമയം ഇടുക്കി ജില്ലയിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇന്ന് അവർ നോമിനേഷൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ പ്രചരണ രംഗത്ത് വലിയ മേൽക്കൈ നേടിയിരിക്കുന്നത് ഈ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കം നടക്കുന്നത്. അതിനിടയിലാണ് ഈ നിലയിൽ നിഖിൽ പൈലിയെ പോലുള്ളവർ വലിയ വിമത നീക്കവുമായി രംഗത്ത് വരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ നമുക്കറിയാം വലിയ പൊട്ടിത്തെറി തീർച്ചയായും ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്.